നമ്മൾ പൊതുവെ പറയുന്ന ഒരു കാര്യമാണ്, എത്ര സബ് ഉണ്ടായിട്ടും കാര്യമില്ല, കാരണം ഈ സബ്സ്ക്രൈബേഴ്സ് ഒന്നും നമ്മുടെ വീഡിയോ കാണൂല എന്ന് നമ്മൾ പൊതുവെ പറയാറുണ്ട്. എന്നാൽ ഇന്ന് നമ്മൾ നോക്കുന്നത് നമ്മൾ സബ്സ്ക്രൈബേഴ്സ് വീഡിയോ കാണാത്തത് എന്തുകൊണ്ടാണ് എന്നും അത് എങ്ങനെ ആളുകളെ കൊണ്ട് കാണിപ്പിക്കാം അല്ലെങ്കിൽ അവരെ കൊണ്ട് കാണാൻ പ്രേരിപ്പിക്കുക എന്നുള്ളതുമാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ രണ്ട് കാര്യങ്ങളാണ് പറയുന്നത്. ഒന്ന് ഒരു സെറ്റിങ്സും, രണ്ടാമത്തത് ഒരു ട്രിക്കുമാണ്. അപ്പോൾ ആദ്യം തന്നെ ഡയറക്റ്റ് നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം. ഒരാൾ ചാനലിൽ വീഡിയോ കാണണമെങ്കിൽ, ഒരു സബ്സ്ക്രൈബർ ആരായാലും കാണണമെങ്കിൽ ഒരു ട്രിഗർ എന്ന് പറയും. ട്രിഗർ എന്ന് പറഞ്ഞാൽ എന്താ? ട്രിഗർ എന്ന് പറഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ ഒരു കാരണങ്ങൾ ഉണ്ടാവണം. ഇപ്പം നമ്മൾ പുറത്ത് പോയിട്ട് ഭക്ഷണം കഴിക്കുന്നു, അങ്ങനെ പല കാര്യങ്ങൾ ചെയ്യുന്നില്ല, അതിൻ്റെ പിന്നിൽ എന്തെങ്കിലുമൊക്കെ റീസൺസ് നമുക്ക് പലപ്പോഴും ഉണ്ടാവും. ഇതേപോലെ യൂട്യൂബിൽ ട്രിഗേഴ്സ് പലതും ഉണ്ടാകും. പക്ഷേ അതിലൊരു ട്രിഗറാണ് നോട്ടിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ. അപ്പോൾ എൻ്റെ സബ്സ്ക്രൈബേഴ്സ് ഇപ്പം 11,000-ലധികം ആൾക്കാരുണ്ട്. ഇത്രയും ആളുകൾക്ക് നോട്ടിഫിക്കേഷൻ പോകുന്നുണ്ടോ? എന്നിട്ടും അവർ കാണാത്തതാണെങ്കിൽ എന്നോട് എന്തെങ്കിലും വൈരാഗ്യം ഉണ്ടാവും എന്ന് വിചാരിക്കുക. പക്ഷേ ആക്ച്വലി അത്രയും ആളുകൾക്ക് നോട്ടിഫിക്കേഷൻ പോകുന്നില്ല. പിന്നെ എങ്ങനെയാണ് ഇവരെൻ്റെ വീഡിയോ കാണുന്നത് ചോദിച്ചാൽ, പലപ്പോഴും ബ്രൗസ് ഫീച്ചർ വഴി ഇങ്ങനെ പല വീഡിയോസിൻ്റെ ഇടയിലൂടെ കണ്ട് വന്നിട്ടാണ് കാണുന്നത്. പക്ഷേ അങ്ങനെ ആളുകൾ കാണുമ്പോഴേക്കും അതിനൊരു സമയം എടുക്കും. ഈ സമയത്തിനാണ് നമുക്ക് ഭയങ്കര വാല്യൂ ആയ കാര്യം. അതായത് ഇത്രയും സമയം എടുത്തിട്ട് വ്യൂസ് വരുമ്പോഴേക്കും നമ്മുടെ ഈ അനലറ്റിക്സിലുള്ള ആരോസ് ഒക്കെ ഡൗൺ ആയിട്ടുണ്ടാകും. ആ ആരോസ് ഡൗൺ ആകുമ്പോൾ യൂട്യൂബ് വിചാരിക്കുന്നത് ഈ വീഡിയോക്ക് അത്ര വലിയ ഇമ്പോർട്ടൻസ് ഒന്നുമില്ല, അല്ലെങ്കിൽ അത്ര നല്ല വീഡിയോസൊന്നും അല്ല, അതങ്ങനെ ഡൗൺ ആയ ഒരു വീഡിയോ അല്ല, മോശം വീഡിയോ എന്നൊക്കെ വിചാരിക്കും. അപ്പോൾ പലപ്പോഴും ഇതൊക്കെയാണ് സംഭവിക്കുന്നത്. പക്ഷേ ഇതിനെ പരിഹരിക്കാൻ വേണ്ടി നമുക്ക് ചെയ്യേണ്ടത്, ആദ്യം ചെയ്യേണ്ടത് നമ്മൾ നേരെ സെറ്റിങ്സിൽ പോകും. സെറ്റിങ്സിൽ ബ്രൗസറിൽ കയറിയിട്ട് ചെയ്യണം. അതായത് ക്രോം ബ്രൗസറിൽ കയറി ചെയ്യണം. സെറ്റിങ്സിൽ പോയിട്ട് നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഞാൻ പറഞ്ഞുതരാം. മൊബൈലിൽ നമ്മൾ ക്രോം ബ്രൗസർ എടുത്തു കഴിഞ്ഞാൽ അതിൽ യൂട്യൂബിൽ studio.youtube.com എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിലേക്ക് വരാൻ പറ്റും. ഇതിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഓപ്ഷൻസൊക്കെ സെയിം ആണ്. അതിൽ സെറ്റിങ്സിൽ പോയിട്ട് ഡെസ്ക്ടോപ്പ് വ്യൂ ഓണാക്കി കൊടുക്കണം. അപ്പോൾ കുറച്ചുകൂടി നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് കാണാൻ പറ്റും. അപ്പോൾ ഇതിൽ ഞാൻ ഓൾറെഡി ഓപ്പണാക്കി വെച്ചാണ്, സമയം കളയേണ്ടതെന്ന് വെച്ചിട്ട്. ഇവിടെ ഡാഷ്ബോർഡ്, കണ്ടൻറ്റ്, അനലറ്റിക്സിൽ വരിക. അനലറ്റിക്സിൽ വന്നു കഴിഞ്ഞാൽ നേരെ വരേണ്ടത് മൂന്നാമത്തെ ടാബ് ഓഡിയൻസിലേക്ക് വരിക. ഓഡിയൻസിലേക്ക് വന്ന് കുറച്ച് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ താഴെ ഈ ഒരു ഓപ്ഷൻ കാണാം, സബ്സ്ക്രൈബേഴ്സ് ബെൽ നോട്ടിഫിക്കേഷൻ എന്ന് പറഞ്ഞിട്ട്. ഇവിടെ നമ്മുടെ ബെൽ നോട്ടിഫിക്കേഷൻസ്, അതായത് നമ്മളൊരു നോട്ടിഫിക്കേഷൻ ആരിലേക്കൊക്കെ എപ്പോഴൊക്കെ എത്തുന്നു എന്നുള്ള ഡീറ്റെയിൽസാണ്. അപ്പോൾ ഇതിൽ ആദ്യം കാണാം സബ്സ്ക്രൈബേഴ്സ് ഹൂ ടേൺഡ് ഓൺ ഓൾ നോട്ടിഫിക്കേഷൻസ്. അതായത് മൊത്തം നോട്ടിഫിക്കേഷൻസ് ഓണാക്കി വെച്ച ആളുകൾ 25%, അതായത് 25.3%, കൃത്യമായിട്ട് പറഞ്ഞാൽ 2.9K ആൾക്കാരാണുള്ളത്. ഇനി രണ്ടാമത്തത് സബ്സ്ക്രൈബേഴ്സ് നമ്മൾ ചാനലിൻ്റെ ആക്ടിവിറ്റീസ് പറയുമ്പോൾ പോസ്റ്റുകൾ ഇടും, ലൈവ് ഇടും, അങ്ങനെ പലതും ഉണ്ടാവുമല്ലോ. അപ്പോൾ അതിൽ യൂട്യൂബ് വീഡിയോ നോട്ടിഫിക്കേഷൻ എനേബിൾ ആക്കിയ, ചാനൽ എനേബിൾഡ് യൂട്യൂബ് നോട്ടിഫിക്കേഷൻ ഓണാക്കിയ ആളുകൾ ഉള്ളത് 1.5K ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാം, എൻ്റെ വീഡിയോ കാണുന്ന നോട്ടിഫിക്കേഷൻ എനേബിളാക്കിയ ആളുകൾ മൊത്തത്തിൽ പറയാന്നുണ്ടെങ്കിൽ നമുക്കൊരു എത്ര വരും, ഒരു 4,500 അല്ലെങ്കിൽ 4,500 ഉള്ളിലായിട്ടുള്ള ആൾക്കാർ വരും. അത്രയും ആൾക്കാരെ ഇത് നോട്ടിഫിക്കേഷൻ എനേബിളാക്കി വെച്ചിട്ടുള്ളൂ. അപ്പോൾ പിന്നെ എങ്ങനെയാണ് എൻ്റെ നോട്ടിഫിക്കേഷൻ ഈ ആളുകൾക്കൊക്കെ എത്തുക? അതാണ് ഇതിൻ്റെ പ്രശ്നം. അതായത് ഈ ഒരു സംഭവം നിങ്ങൾ ആദ്യം പോയിട്ട് നോക്കുക. എന്നിട്ട് ഇതിൽ കുറവുണ്ടെങ്കിൽ, ഇപ്പോൾ എൻ്റേത് കുറവാണ്, അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ വീഡിയോയിൽ നമ്മളിതിനെക്കുറിച്ച് സംസാരിക്കുക എന്നുള്ളതാണ് ആദ്യം ചെയ്യേണ്ടത്. അപ്പോൾ സെറ്റിങ്സിൽ കാര്യങ്ങൾ നമ്മൾ നോക്കി. സെറ്റിങ്സിൽ ഈ കാര്യങ്ങൾ നോക്കിയിട്ട് ഇനി ചെയ്യേണ്ടത്, നമുക്ക് വളരെ സിമ്പിളായിട്ട് ചെയ്യാവുന്ന കാര്യം എന്ന് പറഞ്ഞാൽ, ആളുകളെ കൊണ്ട് നോട്ടിഫിക്കേഷൻ, ബെൽ നോട്ടിഫിക്കേഷൻ എന്ന് പറയുന്ന ഈ ഒരു സംഭവത്തിനെ ക്ലിക്ക് ചെയ്യിപ്പിക്കുക എന്നുള്ളത്. അപ്പം നിങ്ങൾ എൻ്റെ വീഡിയോ കാണുന്ന എല്ലാവരും സബ് ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും നിങ്ങൾ വീണ്ടും ഒന്ന് റീചെക്ക് ചെയ്യുക. ബെൽ നോട്ടിഫിക്കേഷൻ്റെ ഐക്കണിൽ യൂട്യൂബിൽ കയറി ബെൽ നോട്ടിഫിക്കേഷൻ്റെ അവിടെ ഓൾ കൊടുത്തിട്ടുണ്ടോ എന്ന് നോക്കുക. കൊടുക്കാത്തവർ ഇപ്പം തന്നെ കൊടുക്കുക, അത് ചെയ്യുക. അപ്പോൾ ഞാൻ ഈ പറഞ്ഞതുപോലെ തന്നെ നിങ്ങളും നിങ്ങളുടെ വീഡിയോയിൽ ഈ ബെൽ നോട്ടിഫിക്കേഷനെ കുറിച്ചിട്ടൊന്ന് പറഞ്ഞാൽ നന്നായിരിക്കും. പലർക്കും ഇതിനെക്കുറിച്ചൊന്നും അറിയില്ല. അപ്പോൾ അവർ എന്ത് ചെയ്യും, വിട്ടുപോകും, അല്ലെങ്കിൽ അവർക്ക് നോട്ടിഫിക്കേഷൻ വരില്ല. അപ്പോൾ നിങ്ങൾ അവരോട് പറയുമ്പം, ചില ആളുകൾ, ഇപ്പം നമ്മൾ 100 പേരോട് പറയുമ്പോൾ അതിലൊരു 20-30 ആൾക്കാരായിരിക്കും ചെയ്യുക, പക്ഷെ മതി. പക്ഷെ അത്രയും ആളുകൾ താല്പര്യത്തോടെ ചെയ്യുന്നതാണെങ്കിൽ അത് അവർ ആ വീഡിയോ നെക്സ്റ്റ് നിങ്ങളിടുന്ന വീഡിയോസ് മുതൽ അവർ കാണാൻ തുടങ്ങും. ഇതാണ് ഇതിൻ്റെ ആദ്യത്തെ കാര്യം. നിങ്ങൾ സെറ്റിങ്സ് നോക്കി ചെയ്യേണ്ടത്. കാരണം എത്ര സബ്സ്ക്രൈബേഴ്സ് നമ്മുടെ വീഡിയോ കാണുന്നു, എത്ര സബ് ചെയ്യാത്തവർ കാണുന്നു, എത്ര പേർക്ക് നോട്ടിഫിക്കേഷൻ പോകുന്നു, എത്ര പേർക്ക് പോകുന്നില്ല എന്ന് നമ്മൾ അനലറ്റിക്സ് നോക്കിയാൽ കൃത്യമായിട്ട് മനസ്സിലാവും. അപ്പോൾ നമ്മുടെ ചാനലിൽ വ്യൂസ് കുറയുമ്പോൾ നമ്മൾ വെറുതെ ഇങ്ങനെ ടെൻഷൻ അടിച്ച് നടക്കല്ല വേണ്ടേ. ഇതിൻ്റെ സൊല്യൂഷൻസ് എന്തെങ്കിലും ഉണ്ടോ കണ്ടെത്തുക, അത് ചെയ്യുക.
ഞാൻ ചെയ്യുന്നത് പലപ്പോഴും നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ഞാൻ ചെയ്ത് എഫക്റ്റീവ് ആവുന്ന സൊല്യൂഷൻസാണ് നിങ്ങൾക്ക് തരുന്നത്. അതുകൊണ്ട് ധൈര്യമായിട്ട് നിങ്ങൾ അപ്ലൈ ചെയ്ത് നോക്കിക്കോ. ഇനി ഇതിൻ്റെ മറ്റൊരു സാധനം പറഞ്ഞുതരാം. അതായത് ഉഡായിപ്പ് പരിപാടിയാണോ ചോദിച്ചാൽ ഉഡായിപ്പാണെന്ന് പറയാം. അതിന് പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ചില കാര്യങ്ങളൊക്കെ നമ്മൾ അതിൻ്റെ ഓൺ പർപ്പസിനായിരിക്കും നമ്മൾ ഉപയോഗിക്കുക, മറ്റെന്തെങ്കിലും ഉഡായിപ്പിനായിരിക്കും ഉപയോഗിക്കുക. അതുപോലെയാണ് കേട്ടോ. അതായത് നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഷെഡ്യൂൾ ചെയ്ത് വെക്കാറുണ്ട് എല്ലാവരും. അപ്പോൾ ഷെഡ്യൂൾ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അത് ആ സമയമാകുമ്പോൾ അപ്ലോഡ് ആവും. അതാണ് ബേസിക്കലി ഷെഡ്യൂൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ. അപ്പോൾ നമ്മൾ ചെയ്യുന്നത് ഷെഡ്യൂൾ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇതിനെ പ്രീമിയർ ആക്കും. പ്രീമിയർ ആക്കി കഴിഞ്ഞാലുള്ള കാര്യം എന്ന് പറഞ്ഞാൽ പ്രീമിയർ വീഡിയോസ് പറഞ്ഞാൽ പലപ്പോഴും ലൈവ് പോലെ, അതായത് നമ്മൾ റെക്കോർഡ് ചെയ്ത് വെച്ച വീഡിയോ ഒരു ലൈവ് പോലെയാണ് പ്രീമിയറിൽ പോവുക. അപ്പം അതിൽ ബാക്കി കാര്യങ്ങളൊക്കെ ലൈവ് പോലെ ആയിരിക്കും. അത് നമുക്ക് ഫോർവേഡ് അടിക്കാനും ചിലപ്പോൾ പറ്റുന്നില്ല. അപ്പോൾ അങ്ങനെയുള്ള വീഡിയോസാണ് പ്രീമിയർ വീഡിയോസ് ചെയ്യുന്നത്. അതിൽ പർപ്പസ് കുറേ ഉണ്ട്, പക്ഷെ നമ്മളൊന്നും അതിലൊന്നും ഉപയോഗിക്കുന്നില്ല. നമ്മൾ മറ്റ് ഫീച്ചേഴ്സ് ഉപയോഗിച്ച് തീർന്നു ഇപ്പോൾ ഈ പ്രീമിയർ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ പ്രീമിയർ ചെയ്യുന്ന അതിൻ്റെ രീതികളും കാര്യങ്ങളൊക്കെ ഉണ്ട്. യൂട്യൂബ് ലൈവ് ആയാലും പ്രീമിയർ ആയാലും എല്ലാം എന്തിനു ഉപയോഗിക്കുന്നു, എവിടെ ഉപയോഗിക്കുന്നു എന്നുള്ള സ്ട്രാറ്റജീസ് ഉണ്ട്. അത് നമ്മൾ അറിയണം. ഓക്കെ, അതൊക്കെ പോട്ടെ. നമ്മൾ പറഞ്ഞത് പ്രീമിയർ ആക്കുക എന്നുള്ളത്. പ്രീമിയർ ആക്കി കഴിഞ്ഞാൽ എന്താ ഗുണം എന്നറിയാം? പ്രീമിയർ ആയിക്കഴിഞ്ഞാൽ നമ്മളിപ്പോൾ രാവിലെ ഷെഡ്യൂൾ ചെയ്ത് വെച്ചു എന്നിരിക്കുക. ഇപ്പോൾ ഞാൻ രാവിലെ ഷെഡ്യൂൾ ചെയ്ത് വെച്ചാൽ അതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക്, അതായത് കുറച്ച് ടൈം കഴിഞ്ഞിട്ട്, അതായത് കൃത്യമായിട്ട് എത്ര സമയമാണെന്ന് എനിക്കറിയില്ല, പിന്നെ എന്തായാലും കുറച്ച് മണിക്കൂറുകൾ ഇടവിട്ടിട്ട് എന്ത് ചെയ്യും, നോട്ടിഫിക്കേഷൻസ് ഇങ്ങനെ ആളുകളിലേക്ക് പോയിക്കൊണ്ടേയിരിക്കും. അതായത് ഇന്ന് ഇത്ര മണിക്ക് പ്രീമിയർ ഉണ്ട്, ഇത്ര മണിക്ക് പ്രീമിയർ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യും, ആളുകളിലേക്ക് ഇങ്ങനെ നോട്ടിഫിക്കേഷൻ വന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ ഈ നോട്ടിഫിക്കേഷൻസ് വരുമ്പോൾ പലരുടെയും ഇതിൽ പെട്ടെന്ന് ഇതാരുടെ വീഡിയോ ആണ്, ഞാൻ കാണുന്ന വീഡിയോ ആണല്ലോ എന്ന് കണ്ടിട്ട് ആളുകൾ ഓർമ്മിച്ച് വെക്കാൻ ഈ നോട്ടിഫിക്കേഷൻസ് എന്തായാലും സെൻഡ് ആവുമല്ലോ. അപ്പോൾ നോട്ടിഫിക്കേഷൻ സെൻഡ് ആവും. പക്ഷേ ഇവിടെ പ്രശ്നം എന്ന് പറയുന്നത്, നിങ്ങൾ എന്ത് ചെയ്യരുത്, പ്രീമിയർ ഇട്ടിട്ട് മറന്നു പോകരുത്. മറന്നു പോയാൽ പണി കിട്ടും. അപ്പം നിങ്ങൾ 7:30 ഇട്ടുന്നെങ്കിൽ 7:25 ആകുമ്പോൾ, അല്ലെങ്കിൽ 7:28 പോട്ടെ, നിങ്ങൾ പ്രീമിയർ 7:30 വീഡിയോ ഇടുന്ന ആൾ എന്ത് ചെയ്യുക, പ്രീമിയർ 7:35 സെറ്റ് ചെയ്യുക. 7:35 സെറ്റ് ചെയ്തിട്ട് നിങ്ങൾ കറക്റ്റ് 7:30 ആകുമ്പോൾ ഇത് നോർമൽ വീഡിയോ ആയിട്ട് പബ്ലിഷ് ചെയ്യുക. നോർമൽ വീഡിയോ ആയിട്ട് പബ്ലിഷ് ചെയ്ത് എന്താ ഗുണം എന്ന് പറഞ്ഞാൽ, നിങ്ങൾക്ക് പ്രീമിയറിൻ്റെ ആ നോട്ടിഫിക്കേഷൻസ് പോവുകയും ചെയ്യും, നിങ്ങൾക്ക് സാധാരണ വീഡിയോ പോലെ അപ്ലോഡും ചെയ്യാം. അപ്പോൾ ഇങ്ങനെ ചെയ്താൽ കുറേ ആൾക്ക് നോട്ടിഫിക്കേഷൻസ് വരും. കുറേ ആൾക്കാർ ഇത് അതുവഴിക്ക് ക്ലിക്ക് ചെയ്തിട്ട് അത് നോട്ടിഫൈ മീയൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, നമ്മുടെ വീഡിയോ കാണുമ്പോൾ നെക്സ്റ്റ് ടൈമിൽ നമ്മൾ വീഡിയോ ഇടുമ്പോൾ ഈ പറഞ്ഞ ആളുകൾക്കൊക്കെ നോട്ടിഫിക്കേഷൻസ് കൂടുതലായിട്ട് പോകും. അപ്പോൾ ഇങ്ങനെ പോകുമ്പോൾ അതുവഴി കുറച്ച് വ്യൂസ് ഭയങ്കര, ഇപ്പം ഞാൻ പറയുന്നത് ഭയങ്കര തരംഗം ഉണ്ടാവുന്നൊന്നും ഞാൻ പറയുന്നില്ല, പക്ഷെ എന്നാലും ബെറ്റർ ആയിട്ട് നിങ്ങൾക്കൊരു വ്യൂസ് വരാൻ തുടങ്ങും. ഞാൻ ചെയ്ത് പരീക്ഷിച്ച ട്രിക്കാണ്, കുറച്ച് ഓൾഡ് ട്രിക്കാണെങ്കിലും ഇപ്പോഴും നമുക്കത് ചെയ്യാൻ പറ്റും. പക്ഷേ നോട്ടിഫിക്കേഷൻ ഓൾ കൊടുക്കുന്നത് എന്തായാലും ഈ സമയത്തും വർക്കാവും. നിങ്ങളത് എല്ലാവരോടും പറയാം. എൻ്റെ ചാനലിൽ നിങ്ങൾ നോട്ടിഫിക്കേഷൻസ് ചെക്ക് ചെയ്തിട്ട് ഒന്ന് ഓൾ കൊടുക്കുക, എന്നാലേ ഇങ്ങനെ ഉള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടുള്ളൂ. അതുപോലെ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മളൊരു ഗ്രൂപ്പുണ്ട്. ആ ഗ്രൂപ്പിൽ ഉദ്ദേശിക്കുന്നത് ഗൂഗിൾ മീറ്റ് വഴി നമ്മൾ ഡയറക്റ്റ് ഇൻട്രാക്ട് ചെയ്യാനാണ്. അപ്പം ഗൂഗിൾ മീറ്റ് വഴി നമുക്ക് നേരിട്ട് സംസാരിക്കാം. പല ടോപ്പിക്കുകളും ചിലപ്പോൾ എനിക്ക് വീഡിയോ ആയിട്ട് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട്, അതുകൊണ്ട് അവിടെ നിന്ന് സംസാരിക്കാം. അതിൻ്റെ ഒരു ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതുവഴി നിങ്ങൾ ജോയിൻ ചെയ്യുക. ഗ്രൂപ്പ് അഡ്മിൻ ഉള്ളിയാണ്, അത് ഡിസ്കഷൻസ് ഒന്നും ഉണ്ടാവില്ല, പക്ഷേ ക്ലാസ്സുകൾ നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാം. അപ്പം വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും സബ് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. എന്നാലാണല്ലോ നമുക്ക് അറിയാം ഇതിപ്പം ഉപകാരപ്പെട്ടോ ഇല്ലയോ എന്നുള്ളത്. അപ്പോൾ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം.